ഹലോ ഗായ്സ്, ഇന്ന് ഒട്ടും ഉഷാറില്ലാത്ത ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എളുപ്പത്തിന് വേണ്ടി പുട്ടും പരിപ്പാണ് ആക്കുന്നത്. അപ്പോൾ ഞാൻ പുട്ട് നനച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പരിപ്പ് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് പച്ചമുളകും വേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇതെല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് പുട്ട് നനച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരിപ്പൊടിയിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മയക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പുട്ട് ഭയങ്കര സോഫ്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം കുറച്ച് തേങ്ങ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചിരട്ടപ്പുട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനകത്തേക്ക് തേങ്ങ ഇട്ട് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുക്കറിൻ്റെ കട്ട മാറ്റി ഇതിനകത്തേക്കാണ് കേട്ടോ നമ്മുടെ ചിരട്ടപ്പുട്ട് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിരട്ടപ്പുട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു കട്ട ഉണ്ടല്ലോ, അത് നമ്മൾ അതിനകത്ത് വെച്ച് ഒന്ന് 2 വിസിൽ കേൾപ്പിക്കുന്നുണ്ട് പരിപ്പിന്. അപ്പോൾ നമ്മുടെ പുട്ട് കുത്തിയിട്ടുണ്ട്. കുത്തല്ല, അങ്ങനെ പറയാം. അപ്പോൾ നമ്മുടെ മസാല റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. നമ്മൾ കുറച്ച് ചതച്ച ഉള്ളിയും മുളക് പൊടിയൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ വേവിച്ച പരിപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമ്മുടെ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചാൽ നമ്മുടെ കറി റെഡി. ബൈ ഗായ്സ്. അപ്പോൾ ഇത്ര ഉള്ളിട്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക.